Hello, welcome back to yet another episode of Kapi with Akhila. നമ്മൾ കണ്ടിട്ട് കുറച്ചധികം ഗ്യാപ്പായിട്ടുണ്ട് തോന്നുന്നു. ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1-2 മാസം ആവാറായിട്ടുണ്ട്. ആൻഡ് അടുത്ത വീഡിയോ എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് ന്യൂ ഇയർ ആയി. അതിൻ്റെ ഇടയിൽ വേറെ കുറേ തിരക്കുകളുണ്ടായി. പക്ഷെ എന്നാൽ പോലും ഞാൻ എന്ത് വീഡിയോനെ പറ്റി എന്ത് ടോപ്പിക്ക് എടുക്കണം എന്നിങ്ങനെ ആലോചിച്ച് കുറച്ചധികം നീണ്ടു പോയതായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ന്യൂ ഇയർ ആയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. നല്ലൊരു വർഷമാവട്ടെ നിങ്ങൾക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ എന്തിനെ പറ്റി സംസാരിക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഐ വൈ നോട്ട് 2025 പറ്റി തന്നെ സംസാരിക്കാം. എനിക്ക് തോന്നുന്നു 2025 നമ്മളെല്ലാവരെയും കുറേ അധികം ചേഞ്ചസ് കൊണ്ടുവന്നൊരു ഇയർ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ കുറേ അധികം ചേഞ്ചസ് വന്നൊരു ഇയറാണ് 2025 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക്. നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം, മോശം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. ബട്ട് സ്റ്റിൽ ഇൻ സം വേ 2025 നിങ്ങളെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ യാ, അപ്പോൾ എന്തുകൊണ്ട് അതിനെപ്പറ്റി സംസാരിച്ചുവിടാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു റീക്യാപ്പ് മൊമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റീക്യാപ്പ് വീഡിയോ ആയിട്ടോ കണക്ക് കൂട്ടാം. ഒരു ഒഫീഷ്യൽ കാപ്പി വിത്ത് അഖില എപ്പിസോഡ് അല്ലായിരിക്കും. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു 2025 ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, എൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2025 എനിക്കൊന്ന് ഞാൻ തുടങ്ങിയത് 2025 സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു ലോ ഫേസിൽ നിന്നായിരുന്നു. ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് എനിക്കൊന്നും ചെയ്യാനൊരു മൂഡില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നിലും അത്ര ആക്റ്റീവ് അല്ല, അങ്ങനെയുള്ളൊരു ഫേസിലാണ് ഞാൻ 2025 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പക്ഷേ ഗ്രാജ്വലി ഞാൻ അതിൽ നിന്നൊക്കെ മാറി കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ അധികം സ്ഥലങ്ങളിൽ പോയി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ 2025 സംഭവിച്ചു എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ജനുവരി ആണെങ്കിലും ഫെബ്രുവരി ആണെങ്കിലും ഞാൻ പുതിയ സ്ഥലങ്ങളിൽ പോയി. ഇപ്പോൾ അമ്പലപ്പുഴ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടി, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജനുവരിയിൽ സംഭവിച്ചു. പക്ഷേ അതേ ടൈമിൽ തന്നെയാണ് ഞാൻ ഭയങ്കര ലോ ആയിട്ടിരുന്നൊരു സമയം കൂടിയായിരുന്നു 2025 ജാനുവരി. പക്ഷേ ഗ്രാജ്വലി അത് മാറി. ഇപ്പോൾ വീട്ടിൽ നമ്മുടെ സെം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയ സമയത്താണെങ്കിലും ഞാൻ കുറേ കാര്യങ്ങൾ അതിലൊക്കെ ഞാൻ ഭയങ്കര ഒരു ഡൗൺ ആയിട്ടൊന്നും ചെയ്യാൻ താല്പര്യമില്ല, ഒന്നും ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര മൂഡിയായിട്ടൊക്കെ ഇരുന്നൊരു ടൈമായിരുന്നു. ബട്ട് സ്റ്റിൽ ഗ്രാജ്വലി ഇപ്പോൾ ഒരു ഏപ്രിലൊക്കെ കഴിഞ്ഞ് ജൂൺ ജൂലൈക്ക് ആയപ്പോഴത്തേനും കുറച്ച് വ്യത്യാസം വന്നു. ജൂൺ ജൂലൈക്ക് ആയപ്പോഴത്തേനും ഞാൻ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തത് എനിക്ക് തോന്നുന്നു ജൂൺ ആ ഒരു മന്ത് മുതലാണ് എൻ്റെ 2025 ശരിക്കും സ്റ്റാർട്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അത്രയും ആ ഒരു 6 മാസത്തോളം ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്നിടത്തു നിന്ന് ജൂണൊക്കെ ആയപ്പോഴത്തേനും ഞാൻ പുതിയൊരു കാര്യം ചെയ്തു, പുതിയൊരു സ്ഥലത്ത് പോയി, കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച്, ഒത്തിരി ഒന്നുമില്ലെങ്കിലും ഒരു 1000-2000 അങ്ങനെ കുറച്ച് എമൗണ്ടെങ്കിലും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഏൺ ചെയ്ത് തുടങ്ങി. ഞാൻ എൻ്റെ കാര്യം നോക്കി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ സംഭവിച്ചു. അതുകൂടാതെ ഞാൻ പുതിയൊരു എക്സ്പീരിയൻസ്, വോളണ്ടിയർ എക്സ്പീരിയൻസ്, അത് ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്തു. അതും ഫസ്റ്റ് ടൈം അത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ അത്രയും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു വോളണ്ടിയറിങ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ഞാനൊരു ഇൻട്രോവേർട്ടാണ്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ എത്രത്തോളം മാറിയിട്ടുണ്ട്, ഞാൻ എങ്ങനെ ആളുകളോട് സംസാരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കുക, ദേഷ്യം വരിക, മൂടിയാവുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെയൊക്കെ ആ ഒരു ടൈമിൽ പോയെങ്കിൽ കൂടെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ്. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഞാൻ എന്നെ തന്നെ കുറേ അധികം മനസ്സിലാക്കി, കുറേ നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു. എപ്പോഴാണെങ്കിലും നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് അധികം നല്ല സൗഹൃദങ്ങൾ ഉണ്ടായ ഒരു ടൈമും കൂടെയായിരുന്നു അതെന്ന് പറയുന്നത്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ചെയ്തതാണ് ഈ ഡ്രസ്സ് മേടിച്ചു. ഇതിനു മുമ്പും ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് എടുത്തിട്ടില്ല. ഞാൻ എനിക്ക് വേണ്ടി പൈസ ചിലവാക്കിയിട്ടില്ല എന്നുണ്ടല്ലോ, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷെ അത് മറ്റുള്ള കാര്യങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും. ഞാൻ എനിക്ക് വേണ്ടി ഇതൊരു ഡ്രസ്സ് മേടിച്ചിട്ടില്ലായിരുന്നു.
ചിലപ്പോൾ വീട്ടുകാർ മേടിച്ച് തരുന്ന അങ്ങനെയുള്ള വീട്ടുകാർ മേടിച്ച് തരുന്ന ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ സമ്പാദിച്ച പൈസ കൊണ്ടൊരു ഡ്രസ്സ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2025 തീരുന്നതിന് മുമ്പ് സ്വന്തമായി മേടിച്ചൊരു ഡ്രസ്സാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിരുന്നു. ഞാനത് മേടിച്ച് കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാനത് ഇട്ടപ്പോൾ എന്നെ അത് ഹിറ്റ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഞാൻ മേടിച്ച ഡ്രസ്സ്, എനിക്ക് വേണ്ടി ഞാൻ മേടിച്ച ഡ്രസ്സ് എന്നുള്ളത് എന്നെ ആ ഒരു ടൈമിൽ ഹിറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും ആ ഒരു എനിക്കൊന്ന് ജനുവരി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല, ചുറ്റുമുള്ളവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളൊരു ഫേസിലാണ് ഞാൻ 2025 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 2025 ഞാൻ എൻഡ് ചെയ്യുന്നത് നല്ല ഗ്രാറ്റിറ്റ്യൂഡായിട്ടായിരുന്നു, അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടായിരുന്നു. കാരണം എനിക്കൊരു കാര്യത്തിൽ റിഗ്രറ്റ് തോന്നിയിട്ടില്ല. ഞാൻ ഒരു കാര്യത്തിൽ അയ്യോ ഞാനത് മിസ് ചെയ്തല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മിസ്സായത് ഓപ്പർച്യൂണിറ്റീസ് മിസ്സായിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ആം ഗ്രേറ്റ്ഫുൾ. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ ഇത്രയും നാളും വന്നുകൊണ്ടിരുന്നൊരു ലൈഫ് പാറ്റേണിൽ നിന്ന് ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്നു. ആൻഡ് കാപ്പി വിത്ത് അഖില തുടങ്ങി യൂട്യൂബ് ചാനലിൽ കുറച്ചും കൂടെ ഞാൻ ആക്റ്റീവ് ആവാൻ തുടങ്ങി. യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും കുറച്ചും കൂടെ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ആൻഡ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് 200 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കരധികം ഹാപ്പിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 200 ആളുകൾ ഞാൻ പറയുന്നത് കേൾക്കാനും എന്നെ കാണാനും വേണ്ടിയിട്ട് കൂടെ ചേർന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി എത്ര ആവുമെന്ന് അറിയില്ല, പക്ഷെ എത്രയായാലും ഈ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. സോ എൻ്റെ 2025 എന്ന് പറയുന്നത് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരുന്നു. നിങ്ങളുടെയും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ 2025 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നുണ്ട് വരെ.